കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592139616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592139616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് BCOC 131 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഈ ഒരു പേപ്പർ, അതായത് BCOC 131 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ BCOM-നും അതുപോലെ തന്നെ BBA-ക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജനറൽ അനാലിസിസ് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് BCOC 131 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഇനീഷ്യൽ എക്സ്പ്ലനേറ്ററി അനാലിസിസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എത്രമാത്രം സിലബസ് കവർ ആയിട്ടുണ്ട്, അതുപോലെ നോട്ടബിൾ പാറ്റേൺസ് എന്തൊക്കെയാണ്, ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസ് കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് BCOC 131ന്റെ സിലബസ്, അതുപോലെ തന്നെ December 2020 തൊട്ട് December 2023 വരെ നടന്നിട്ടുള്ള എല്ലാ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമായി വന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സും സ്റ്റുഡൻസിന് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഇപ്പം അക്കൗണ്ടിംഗ് പ്രോബ്ലംസ് ചെയ്യാൻ വരാറുണ്ട്, ജേർണൽ എൻട്രീസ് ചെയ്യാൻ വരാറുണ്ട്, അതുപോലെ ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ് തുടങ്ങിയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. രണ്ട് കോൺസെപ്റ്റ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് തമ്മിലോ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെഫിനിഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആണ്. ഒരു അക്കൗണ്ടിംഗ് ടേം ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ തരും. അപ്പൊ നമ്മളൊരു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലാണ് ചോദിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഓരോ സിലബസ് ടോപ്പിക്സിന്റെയും കവറേജ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സിലബസ് ടോപ്പിക്, അതായത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കവറേജ് വരുന്ന ഒരു ടോപ്പിക് ആണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അക്കൗണ്ടിംഗ് പ്രോസസ്സസ് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത് ജേർണൽ, ലെഡ്ജർ എൻട്രീസ്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് ഒക്കെ ഈ ഒരു അക്കൗണ്ടിംഗ് പ്രോസസ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഫൈനൽ അക്കൗണ്ട്സ് ആണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ഡിപ്രിസിയേഷൻ ഒക്കെ ഫൈനൽ അക്കൗണ്ട്സിലാണ് വരുന്നത്. ഇനി ഹയർ പർച്ചേസ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഹയർ പർച്ചേസ് എഗ്രിമെന്റ് എന്താണ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിംഗ് എന്താണെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസൈൻമെന്റ്സ് അക്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിംഗ് എന്താണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, വൗച്ചർ എൻട്രീസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാറുള്ളത്.
ഓക്കെ. അപ്പം ഓരോ ബ്ലോക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കും വളരെ നന്നായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ബ്ലോക്കും എന്താണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസിന്റെ നോളജ് എത്രയാണ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രയാണെന്നുള്ളത് ഒരു കോംപ്രഹെൻസീവ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ടോപ്പിക് ചോദിക്കുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഹയർ പർച്ചേസ്, കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഇതൊക്കെ എന്താണ് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് മൾട്ടിപ്പിൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ എംഫസൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്ന, അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തുണ്ട്, ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് നമുക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നത്. ഓക്കെ, ഇനി കമ്പാരിസൺ ആൻഡ് ഡിഫറൻസിയേഷൻ ആണെങ്കിൽ രണ്ട് സിമിലർ കോൺസെപ്റ്റുകൾ തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. കമ്പയർ ചെയ്യാനുള്ളതും അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് വി എസ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്, ഇന്ത്യൻ വി എസ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതിൽ പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കീ ടോപ്പിക്സും അതുപോലെ തന്നെ അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ എന്താ പറയാ ഓരോ ടേം ആൻഡ് എക്സാമിനേഷൻസിലും ചോദിച്ചിട്ടുള്ളതെന്ന് ഒരു ടേബിൾ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡിസംബർ 2020 ചോദിച്ചിട്ടുള്ള കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഡബിൾ എൻട്രി, ഡിപ്രിസിയേഷൻ, ഹയർ പർച്ചേസ്, ജോയിന്റ് വെഞ്ചർ, ബ്രാഞ്ച് അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസംബർ 2021 ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ്, ക്യാഷ് വി എസ് അക്രൂവൽ, ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്, ജോയിന്റ് വെഞ്ചർ, ബ്രാഞ്ച് അക്കൗണ്ട്സ്, വൗച്ചർ ടൈപ്പ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ജൂൺ 2022 അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ജേർണൽസ്, ഡിപ്രിസിയേഷൻ, ബാലൻസ് ഷീറ്റ്, ജോയിന്റ് വെഞ്ചർ, ഇൻവോയ്സ് പ്രൈസ്, ബ്രാഞ്ച് സ്റ്റോക്ക് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കീ ടോപ്പിക്കുകളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഡിസംബർ 2022 നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് പ്രോസസ്, അതുപോലെ തന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്താണ്, മാച്ചിങ് കോൺസെപ്റ്റ് എന്താണ്, ട്രയൽ ബാലൻസ്, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ ബാഡ് ഡെപ്സ് എന്താണ്, ക്ലോസ് സ്റ്റാക്ക് വാലുവേഷൻ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ ജൂൺ 2023 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്, അതുപോലെ തന്നെ ഇന്ത്യൻ വി എസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ജേർണൽ എൻട്രീസ്, ഡിപ്രിസിയേഷൻ മെത്തേഡ്സ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളെ കുറിച്ചിട്ട്, ബ്രാഞ്ച് അക്കൗണ്ടിംഗ് എന്താണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ജൂൺ 2023 വന്ന കീ ടോപ്പിക്കുകളിൽ പെട്ടതാണ്. ഓക്കെ, ഡിസംബർ 2023 വരാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് പ്രോസസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്, അതുപോലെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ഹയർ പർച്ചേസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, കൺസൈൻമെന്റ്സ് എന്താണ്, ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് എന്താണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി അല്ലെങ്കിൽ കീ ടോപ്പിക്കുകളായിട്ട് ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഈക്വലി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ തിയറട്ടിക്കൽ ആസ്പെക്ട്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സും ഒരുപോലെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് BCOC 131 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റുഡൻസിന്റെ അനലിറ്റിക്കൽ സ്കിൽ അവർക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, ഹയർ പർച്ചേസ്, കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് അസസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇപ്പൊ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഓവർവ്യൂ കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇനി കുറച്ചും കൂടെ ഒരു ഫർദർ അനാലിസിസ് എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗ്രാഫ് ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസ് എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം ബ്ലോക്ക് 1 ആയിട്ടുള്ള തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് 40% to 29% വരെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഡിസംബർ 2020 അതുപോലെ തന്നെ ഡിസംബർ 2021 ആൻഡ് ഡിസംബർ 2022 തുടങ്ങിയിട്ടുള്ള എക്സാമുകളിലാണ് ഇത് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്ക് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രോസസ് ആൻഡ് റൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12% to 29% വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അക്കൗണ്ടിംഗ് പ്രോസസ് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2023 ഓക്കെ, ഇനി ബ്ലോക്ക് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് നോക്കുകയാണെങ്കിൽ ജൂൺ 2022 അതുപോലെ തന്നെ ജൂൺ 2023 എക്സാംസിലുമാണ് ഇത് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. 40% to 29% വരെ കോൺട്രിബ്യൂഷൻ ഈ ഒരു ബ്ലോക്കിനുണ്ട്. ഇനി ബ്ലോക്ക് 4 ഫൈനൽ അക്കൗണ്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12% to 14% വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ പോർഷൻ ഓഫ് ദ എക്സാമും എന്താണ് ഈ ഒരു ബ്ലോക്ക് 4 ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബ്ലോക്ക് 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 പോലെ തന്നെയാണ് 12% 14% എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ എക്സാമിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് 5. ഇനി ബ്ലോക്ക് 6 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെയിം 12% to 14% വരെ എല്ലാ എക്സാമിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി കോൺട്രിബ്യൂഷൻ ആണ്, ഒരു സ്റ്റേബിൾ കോൺട്രിബ്യൂഷൻ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? ബ്ലോക്ക് 4, 5, 6 തുടങ്ങിയിട്ടുള്ള ബ്ലോക്കുകൾ ഒരു കൺസിസ്റ്റന്റ് ബ്ലോക്കുകളാണ്. നമുക്ക് എല്ലാ എക്സാമിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രെഡിക്റ്റബിൾ റെപ്രസെന്റേഷൻ ഉള്ള 12% to 14% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്ലോക്കുകളാണ്, കൺസിസ്റ്റന്റ് ബ്ലോക്കുകളാണ് ബ്ലോക്ക് 4, 5, 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേരിയബിൾ ബ്ലോക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1, 2, 3 ഒക്കെ ഒരു വേരിയബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ചിലത് 12% to 29% ആണെങ്കിൽ ചിലത് 14% to 29% ആണ്. ഓക്കെ, ഇനി ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നത് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്. ഓക്കെ, ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 1ഉം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിൽ നമുക്ക് ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അത് 2020 ഡിസംബർ അതുപോലെ തന്നെ ഡിസംബർ 2021 ആൻഡ് ഡിസംബർ 2023 തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ബ്ലോക്സും കവർ ചെയ്യുന്നത് പോലെ ഒരു സിലബസിലുള്ള എല്ലാ ബ്ലോക്സും കവർ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരാന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് എന്താണ്, ഒരുപാട് യൂണിറ്റ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന യൂണിറ്റുകളുണ്ട്. അതിൽ പെട്ടതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 അക്കൗണ്ടിംഗ് പ്രോസസ്സസ്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 8 ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 11 ഫൈനൽ അക്കൗണ്ട്സ്, ബ്ലോക്ക് 5 യൂണിറ്റ് 15 കൺസൈൻമെന്റ്സ് അക്കൗണ്ട്, ഈ യൂണിറ്റ് 6 യൂണിറ്റ് 17 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ യൂണിറ്റ് 21 പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സും വളരെ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കാറുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി ഇൻഫ്രീക്വന്റ് റെപ്രസെന്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് വളരെ അത്രയും എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ലെങ്കിലും ചോദിക്കാറുള്ള അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് ബ്ലോക്ക് യൂണിറ്റുകളാണിത്. ഇപ്പം യൂണിറ്റ്സ് ലൈക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 4 അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5. ബ്ലോക്ക് 1 യൂണിറ്റ് 4ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ബ്ലോക്ക് 4 യൂണിറ്റ് 12ഉം അതുപോലെ തന്നെ യൂണിറ്റ് 13. ഓക്കെ, ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 16 അതുപോലെ ബ്ലോക്ക് 6 യൂണിറ്റ് 18 ആൻഡ് 19 ആൻഡ് അതുപോലെ തന്നെ 20. ഇതൊക്കെ വളരെ റയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി ഹൈ ഫ്രീക്വൻസി യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1ഉം 2ഉം അതായത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ യൂണിറ്റ് 1ഉം 2 എന്താണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 അക്കൗണ്ടിംഗ് പ്രോസസ്സസ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആൻഡ് 9, ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 11 ആൻഡ് 14. ഓക്കെ, ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 15 അതുപോലെ ബ്ലോക്ക് 6 യൂണിറ്റ് 17. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി സ്റ്റേബിൾ റെപ്രസെന്റേഷൻ വരുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മോസ്റ്റ് ഓഫ് ദ എക്സാംസിലും അപ്പിയർ ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് 9, ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 11 ആൻഡ് 14, അതുപോലെ ബ്ലോക്ക് 6 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 17. ഇത്രയും യൂണിറ്റ്സുകൾ എന്താണ് ഓൾമോസ്റ്റ് എല്ലാ എക്സാമിലും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ എക്സാമിലും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം.
നമുക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ എക്സാംസിലും അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് 6 ലെഡ്ജർ, യൂണിറ്റ് 8 ഫൈനൽ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ യൂണിറ്റ് 9 അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ യൂണിറ്റ് 11 ഹയർ പർച്ചേസ്, അതുപോലെ തന്നെ യൂണിറ്റ് 15 കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, യൂണിറ്റ് 17 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് യൂണിറ്റ് 21 ക്രിയേഷൻ ഓഫ് കമ്പനി. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ എന്താണ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി ഇൻഫ്രീക്വന്റ് ടോപ്പിക്കുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പറയാ? യൂണിറ്റ് 14 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, യൂണിറ്റ് 5 ജേർണൽ എൻട്രീസ്, യൂണിറ്റ് 7 ട്രയൽ ബാലൻസ്, അതുപോലെ തന്നെ യൂണിറ്റ് 12 ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ്, യൂണിറ്റ് 13 ബ്രാഞ്ച് അക്കൗണ്ടിംഗ്, യൂണിറ്റ് 16 ജോയിന്റ് വെഞ്ചർ, അതുപോലെ യൂണിറ്റ് 18 വൗച്ചർ എൻട്രീസ്, യൂണിറ്റ് 19 പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ്, യൂണിറ്റ് 20 ടാലി. ഈ ടോപ്പിക്കുകൾ എന്താണ് റയർ ആയിട്ട് മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, ഇവൻ ദോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ. ഓക്കെ, ഇനി അടുത്തത് മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാംസിലും വന്നിട്ടില്ലെങ്കിലും എക്സാംസിൽ വരാറുള്ള ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് 1 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 3 ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേബിൾ റെപ്രസെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എല്ലാ എക്സാംസിലും ചോദിച്ചു കാണാറുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, യൂണിറ്റ് 6 ലെഡ്ജർ, യൂണിറ്റ് 8 ഫൈനൽ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ യൂണിറ്റ് 9 അഡ്ജസ്റ്റ്മെന്റ്സ്, യൂണിറ്റ് 15 കൺസൈൻമെന്റ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എക്സാംസിലും അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. കൺസിസ്റ്റന്റ്ലി ഹൈ മാർക്സ് ടോപ്പിക്സ് വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ 10 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് 6 ലെഡ്ജർ, അതുപോലെ യൂണിറ്റ് 8 ഫൈനൽ അക്കൗണ്ട്സ്, യൂണിറ്റ് 9 അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ യൂണിറ്റ് 11 ഹയർ പർച്ചേസ്, യൂണിറ്റ് 14 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വളരെ വളരെ എന്താ പറയാ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ കൺസൈൻമെന്റ്സ് അക്കൗണ്ട്, ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ക്രിയേഷൻ ഓഫ് കമ്പനി, ഇതിനൊക്കെ എന്താണ് 10 മാർക്ക് വീതം ചോദിക്കുന്ന രീതിയിലുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഹൈ മാർക്സ് ടോപ്പിക്കുകളാണ്. ഓക്കെ, അതുപോലെ മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് യൂണിറ്റ് 1 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 5 മാർക്കിനാണ് എന്താ പറയാ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഡിപ്രസിയേഷനും അതുപോലെ തന്നെ 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളെങ്കിലും എന്ത് ചെയ്യാ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി റയർലി റെപ്രസെന്റഡ് ടോപ്പിക്സ് നോക്കുകയാണ്. ഇപ്പം റയർലി റെപ്രസെന്റഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ജേർണൽ എൻട്രീസ്, ട്രയൽ ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ്, ബ്രാഞ്ച് അക്കൗണ്ടിംഗ്, ജോയിന്റ് വെഞ്ചർ, അതുപോലെ തന്നെ വൗച്ചർ എൻട്രീസ്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ടാലി, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റയർ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സെർട്ടൈൻ കീ ടോപ്പിക്സുകൾ ഉണ്ട്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, അതിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ അനാലിസിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ക്യാരി ചെയ്യുന്ന മാർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, അതുപോലെ ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഹയർ പർച്ചേസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ക്രിയേഷൻ ഓഫ് കമ്പനി, ഇതൊക്കെ എന്താണ് നമുക്കൊരു ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അറിവ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് തറവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ പെർഫോമൻസ് കുറച്ചും കൂടെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ആണ്. എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 6 ലെഡ്ജർ, യൂണിറ്റ് 8 ഫൈനൽ അക്കൗണ്ട്സ്, യൂണിറ്റ് 9 അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ യൂണിറ്റ് 11 ഹയർ പർച്ചേസസ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, യൂണിറ്റ് 15 കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, യൂണിറ്റ് 7 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ യൂണിറ്റ് 21 ക്രിയേഷൻ ഓഫ് കമ്പനി എല്ലാ എക്സാംസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറയാം. യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് എന്താണ് ഒരുപാട് ഫ്രീക്വൻസിയിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരു അപ്കമിങ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 2 ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, അതുപോലെ യൂണിറ്റ് 6 ലെഡ്ജർ, യൂണിറ്റ് 8 ഫൈനൽ അക്കൗണ്ട്സ്, യൂണിറ്റ് 9 അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ യൂണിറ്റ് 11 ഹയർ പർച്ചേസസ്, യൂണിറ്റ് 14 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ യൂണിറ്റ് 15 കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, യൂണിറ്റ് 7 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, യൂണിറ്റ് 21 ക്രിയേഷൻ ഓഫ് കമ്പനി, അതുപോലെ യൂണിറ്റ് 1 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്താണ് വരാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കുകൾ നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്കമിങ് എക്സാമിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ട്സ്, അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ ഹയർ പർച്ചേസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ക്രിയേഷൻ ഓഫ് കമ്പനി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മോഡറേറ്റ്ലി ചോദിക്കുന്ന മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മോഡറേറ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമിലുള്ള ഒരു പ്രഡിക്ഷൻ നോക്കാം. ഈ ഒരു കൺസിസ്റ്റന്റ് അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രഡിക്റ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അതിൽ പെട്ടതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ട്സ്, അഡ്ജസ്റ്റ്മെന്റ്സ്, ഹയർ പർച്ചേസ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ക്രിയേഷൻ ഓഫ് കമ്പനി. ഓക്കെ, അതുപോലെ തന്നെ അഡീഷണലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് യൂണിറ്റ് 1 എന്ത് ചെയ്തിട്ടുണ്ട്, മോഡറേറ്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു കുറച്ചൊരു സ്റ്റഡി ഫോക്കസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ച് പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പം ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കുകളൊക്കെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി നമുക്ക് സെക്കൻഡറി ഫോക്കസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കുക, റിവ്യൂ ചെയ്യുക. ഓക്കെ, അതെന്തുണ്ട്, ഒരു റീസണബിൾ ചാൻസ് ഓഫ് അപ്പിയറിംഗ് ആണ്, നമുക്ക് അപ്പിയർ ചെയ്യാൻ ഒരു റീസണബിൾ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ അപ്കമിങ് എക്സാമിൽ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചാൻസ് ഓഫ് സക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കോംപ്രഹെൻസീവ് നോട്ട് ലേണേഴ്സിനുള്ള ഒരു കോംപ്രഹെൻസീവ് നോട്ട് നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന BCOC 131 എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം, വളരെ നന്നായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആവശ്യമാണ്, ഒരു ഫോക്കസ്ഡ് സ്റ്റഡി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് റിക്കറിംഗ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, കീ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കീ ഫോക്കസ് ഏരിയാസ് നോക്കാം. ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിൽ നമുക്ക് ഏതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളത് പഠിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ കീ പ്രോബബിലിറ്റി ടോപ്പിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റൂൾസ് ഓഫ് ഡെബിറ്റ് എന്താണ്, റൂൾസ് ഓഫ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്താണ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ലെഡ്ജറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ജേർണൽ എൻട്രി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സിൽ എന്താണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, ഇപ്പം കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെന്റ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക.
ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന സമയത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലേ. ഇപ്പം ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്വയർഡ് ഇൻകം, ഇതൊക്കെ എന്താണ്, ഇതിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഹയർ പർച്ചേസ് ആണ്. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതായത് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതുപോലെ ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിക്കുക. അതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ, അതായത് ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഹെഡ് ഓഫീസ് ബുക്സിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഇൻകോപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്, അതുപോലെ കൺസൈൻമെന്റ്സ് അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസൈൻമെന്റ്സ് ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ കൺസൈൻമെന്റ്സും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് 6 ആണ്, അതുപോലെ തന്നെ യൂണിറ്റ് 70. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഒരു മാനുവൽ അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്രിയേഷൻ ഓഫ് കമ്പനിയിൽ അറിഞ്ഞിരിക്കണം. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സിന്റെ കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകൾ, അതിൽ എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി മോഡറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ റിലവൻസ്, റിലയബിലിറ്റി, കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനൊരു ടിപ്പാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ നമ്മളിപ്പോ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്താണ്, മാക്സിമം അതിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കീ കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ റിവ്യൂ അഡ്ജസ്റ്റ്മെന്റ് തെറഫ്ലി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വളരെ തറോ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യാണ്, നമ്മൾ റിവ്യൂ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് അത് ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ കൊണ്ടുവരിക, അത് എവിടേക്കാണ് റെക്കോർഡ് ചെയ്യുക, അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ യൂസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് മാത്രമല്ല, ഏത് ബുക്ക് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഇനി സ്റ്റേ അപ്ഡേറ്റഡ്. ഓക്കെ, നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ്, അതുപോലെ തന്നെ പ്രാക്ടീസസ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. ആൻഡ് ടൈം മാനേജ്മെന്റ്, നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ടൈം നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം എക്സാമിന് വരുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് നോക്കിയല്ലേ. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ടിപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് തന്നെ PCOC 131 എന്ന് പറയുന്ന പേപ്പർ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി എഫേർട്സിന് നിങ്ങൾ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കുക. നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിരിക്കുക. ഓക്കെ, ഗുഡ് ലക്ക്. ഇനി നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ വരുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് ഈ നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അപ്പം അറ്റംപ്റ്റ് എനി 5 questions, each questions carries 20 marks എന്നുള്ളതാണ്. ഓക്കെ, 5 മാർക്ക് മതി നമുക്ക് എഴുതാൻ. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും 5 മാർക്ക് എഴുതിയാൽ മതി. ഓരോ മാർക്കിനും എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്ക് വീതമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ലെഡ്ജർ എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ് തുടങ്ങിയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, അതിന്റെ കോമൺ എറേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, റെക്ടിഫിക്കേഷൻ എറേഴ്സ് ആണ്. ഓക്കെ,
ഇനി 4th ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഡെപ്രിസിയേഷൻ എന്താണ്, അതിന്റെ വേരിയസ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്താണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനി കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു 5ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ഒരു ബി ക്വസ്റ്റ്യൻ വരുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റം ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്, അതിന്റെ കോമ്പോണൻസ് അതുപോലെ തന്നെ അതിന്റെ പ്രോസസ് എന്താണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ഇതിലൊരു ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അല്ല അത് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ ഒരു ജേർണൽ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒരു കമ്പനി ക്രിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ കൺസൈൻമെന്റ്സ് ആണ്, കൺസൈൻമെന്റ്സും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൺസൈൻമെന്റ്സ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്, ഓരോ കോൺസെപ്റ്റുകളും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.